നമസ്കാരം. ഇന്ന് ജൂലൈ 26 ഇന്ന് ജൂലൈ 26 വെള്ളിയാഴ്ചയാകുന്നു. ഇന്നേ ദിവസം ജ്യോതിഷത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. അതുമായി ബന്ധപ്പെട്ട് ചില നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം ദേവഗുരു വ്യാഴത്തിന്റെ രാശിയായ മീനം രാശിയിലേക്ക് ചന്ദ്രൻ പ്രവേശിക്കാൻ പോവുകയാണ്. കൂടാതെ ഇന്ന് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഷഷ്ഠി തിഥി കൂടിയാണ്. ഈ ദിവസം അതിനാൽ സുകർമ്മയോഗം, സർവാർത്ഥസിദ്ധി യോഗം, രവിയോഗം, ഉത്രട്ടാതി നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും സംഭവിക്കുന്നുണ്ട്. ജ്യോതിഷപ്രകാരം ഇന്ന് രൂപപ്പെടുന്ന ഈ ശുഭകരമായ യോഗങ്ങൾ ചില രാശിക്കാർക്ക് ഏറ്റവും വിശേഷപ്പെട്ട ചില ഫലങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. ഏതെല്ലാം ഫലങ്ങളാണ് അഥവാ ഏതെല്ലാം ശുഭകരമായ കാര്യങ്ങളാണ് ഇന്നേ ദിവസം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ അഥവാ മഹാലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശി മേടം രാശിയാണ്. മേടം രാശിക്കാർ മനസ്സിലാക്കേണ്ടത്, ഇന്നേ ദിവസം മേടം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെയാണ്. കാരണം ഇന്നേ ദിവസം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, കടാക്ഷം ഇവരിലേക്ക് വന്ന് ചേരുന്നതായ ദിവസമാകുന്നു. പലവിധ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. സന്തോഷകരമായ ചില നിമിഷങ്ങൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സന്തോഷകരമായ നിമിഷങ്ങൾ, കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല ജോലികളും ഇന്നേ ദിവസം ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാനോ എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാനോ സാധിച്ചു എന്ന് വരാം. സുഹൃത്തുക്കളിൽ നിന്നും അതേപോലെ തന്നെ നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്നവരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. പല കാര്യങ്ങളിലും പിന്തുണ ലഭിച്ചു എന്ന് വരാം. ധനപരമായി അല്പം നേട്ടം പ്രതീക്ഷിക്കാം. കൂടാതെ മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും ഇന്നേ ദിവസം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പോസിറ്റീവായ ചില കാര്യങ്ങൾ, ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. വ്യക്തിപരവും കുടുംബ ബന്ധങ്ങളിലും അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസമുണ്ട്. അതായത് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾ എപ്രകാരം തരണം ചെയ്യണം എന്ന ചിന്തയും മനസ്സിലേക്ക് കടന്നു വരാം. എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ, പണമിടപാടുകൾ ചെയ്യുമ്പോൾ ഇന്നേ ദിവസം വളരെ ശ്രദ്ധ പുലർത്തുക. മേടം രാശിക്കാർക്ക് ഇന്നേ ദിവസം പൊതുവിൽ ശുഭകരമാണ് എന്ന് പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്നേ ദിവസം കൂടുതൽ ഫലദായകമാണ് എന്ന് പറയാം. കാരണം ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി വന്നു ചേരാം. സുഖ സൗകര്യങ്ങൾ, ആഡംബരപൂർണമായ ചില കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടതായി വരാം. കൂടാതെ ഇന്നേ ദിവസം വരുമാനം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ചില വരുമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കാളിയുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം പുറത്ത് യാത്ര ചെയ്യുവാനുള്ള അവസരങ്ങൾ പങ്കാളിയോടൊത്തോ അല്ലാതെയോ ചില യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഇന്നേ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട് പുതിയ ചില അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം, സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. നല്ല ആശയങ്ങൾ, നല്ല ചിന്തകൾ ഇന്നേ ദിവസം മനസ്സിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും അല്പം ധനപരമായ നേട്ടം വന്നു ചേരാം. കഠിനാധ്വാനം ചെയ്യുന്നതിനനുസരിച്ചുള്ള സന്തോഷകരമായ ഫലങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം സന്തോഷം വന്ന് ചേരുന്നതായ സമയം കൂടിയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം സന്തോഷത്തോടെ തന്നെ ഇരിക്കുവാനും പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഇന്ന് പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്.
ശരിയായ രീതിയിൽ ചിന്തിച്ച് ഇന്നേ ദിവസം പ്രവർത്തിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാർക്ക് ജൂലൈ 26 ഇന്നേ ദിവസം ശുഭകരമായ ഫലങ്ങളുടെ തുടക്കമാണ് എന്ന് പറയാം. തുലാം രാശിക്കാർക്ക് വരുമാന സംബന്ധമായ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാകാം. അതായത് ചില നേട്ടങ്ങൾ, ലഭിക്കാതിരിക്കുന്ന ധനം ലഭിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ ധനം കൈകളിലേക്ക് അല്പമാണ് എങ്കിൽ പോലും വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതൽ തന്നെയാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ മനസ്സിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. കൂടാതെ തൊഴിൽ ചെയ്യുന്നവർക്ക് ഇന്നേ ദിവസം അനുകൂലമായ ദിവസം തന്നെയാകുന്നു. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാവുന്നതുമാണ്. കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും മാധുര്യം നിറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ പണം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം കരുതൽ വേണ്ടതാകുന്നു. ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ 2 വട്ടം ചിന്തിച്ചതിന് ശേഷം ചെയ്യുവാൻ പ്രത്യേകം ഓർക്കുക. അതല്ല എങ്കിൽ ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു രാശി മകരം രാശിയാകുന്നു. മകരം രാശിക്കാർക്ക് ഇന്നേ ദിവസം പൊതുവിൽ ശുഭകരമാണ് എന്ന് പറയാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ധനം ശരിയായ രീതിയിൽ ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം ബിസിനസ് കാര്യങ്ങൾ അല്പം ഊർജ്ജസ്വലതയോടെ പൂർണ്ണ ഊർജത്തോടെ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും പല ജോലികളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ചെലവ് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വരുമാനത്തിന്റെ കാര്യത്തിൽ അല്പം വർധനവ് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ചില വ്യക്തികൾക്കുള്ള സമ്മാനങ്ങൾ വാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. അതേപോലെ സമ്മാനങ്ങൾ ലഭിക്കുകയോ മറ്റു ചില കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില സമയം അവിസ്മരണീയമായി തോന്നാം. അത്തരത്തിൽ ശുഭകരമായ ചില നിമിഷങ്ങളും ഇന്നേ ദിവസം വന്നു ചേരാം. എന്നാൽ പണം ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പണത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പൊതുവിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ശുഭകരം തന്നെയാകുന്നു.